അരുൺ ഒരു സാധനം 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ചു. 20% ലാഭത്തിന് അർജുന് വിറ്റു. അർജുൻ അത് അമറിന് 15% ലാഭത്തിന് വിറ്റു. അമർ അത് 10% നഷ്ടത്തിന് ആര്യയ്ക്ക് വിറ്റു. അമർ അത് എത്ര രൂപയ്ക്കാണ് ആര്യയ്ക്ക് വിറ്റത്? അരുൺ ഒരു സാധനം 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ചു. അരുൺ ഒരു സാധനം 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് 20% ലാഭത്തിന് അർജുന് വിറ്റു. 20% ലാഭത്തിന് അർജുന് വിറ്റു. അർജുൻ അത് അമറിന് 15% ലാഭത്തിന് വിറ്റു. അർജുൻ അത് 15% ലാഭത്തിന് അമറിന് വിറ്റു. അമർ അത് 10% നഷ്ടത്തിന് ആര്യയ്ക്ക് വിറ്റു. അമർ അത് 10% നഷ്ടത്തിന് ആര്യയ്ക്ക് വിറ്റു. നമ്മൾ കാണേണ്ടത് അമർ അത് എത്ര രൂപയ്ക്കാണ് ആര്യയ്ക്ക് വിറ്റത്. അമർ എത്ര രൂപയ്ക്കാണ് ആര്യയ്ക്ക് വിറ്റത്, അല്ലെങ്കിൽ ആര്യ എത്ര രൂപ കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചത്. ഉത്തരം കാണാൻ അരുണിൻ്റെ വാങ്ങിച്ച വില എടുക്കുക. അത് എത്രയാണ്? 1,00,000. 1,00,000 ഇൻറ്റു 20% ലാഭം. 100ഉം 20 കൂട്ടിയ 120/100 ഇൻറ്റു 15% ലാഭം. 100ൻ്റെ കൂടെ 15 കൂട്ടിയ 115/100 ഇൻറ്റു 10% നഷ്ടം. 100ന്ന് 10 കുറച്ച 90/100. നമുക്കിതിൽ അംശത്തിൽ ഇവിടെ 5 പൂജ്യം ഉണ്ട്, 6 7 പൂജ്യം ഉണ്ട് ആകെ. പക്ഷേ ഛേദത്തിൽ 2 2 4 6 പൂജ്യമുള്ളൂ. നമുക്ക് 6 പൂജ്യങ്ങൾ വീതം വെട്ടിക്കളയാം. ഛേദത്തിൽ 100 വെട്ടിക്കളഞ്ഞു. ഇവിടുത്തെ 1 പൂജ്യം നിലനിർത്തി ബാക്കിയെല്ലാം വെട്ടിക്കളയാം നമുക്ക്. അപ്പോൾ ഈ 10 നിർത്തിയിട്ട് ഈ 4 പൂജ്യം 5 6 പൂജ്യം താഴെ മുകളിൽ നമ്മൾ 6 പൂജ്യം വീതം വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് 12 × 115 × 9. ഈ 115 ഇൻറ്റു 12 × 9 108ആണ്. 115നെ നമ്മൾ 108 കൊണ്ട് ഗുണിക്കുക. 8 × 5 40, ശിഷ്ടം 4, 1 8 8 4 12, ശിഷ്ടം 3 1 8 8 1 9. പിന്നെ പൂജ്യം കൊണ്ടാവുമ്പോൾ നമ്മൾ ഗുണിച്ച് എഴുതണ്ട. പക്ഷേ അടുത്ത വരി ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ട് തള്ളി നിൽക്കുക. 1 കൊണ്ട് 115നെ ഗുണിച്ചാൽ 115 എന്ന് വരും. ഇനി കൂട്ടുക. 0 2 9 5 14 1 1 2 1. ഇനി നമ്മൾ ഈ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒരു പൂജ്യം കൂടി ചേർക്കണം. ഉത്തരം 1,24,200. 1,24,200 രൂപയാണ് ഉത്തരം.